പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. PSC നിരന്തരം ആവർത്തിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്. ആ മേഖലകളൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ്? നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. ഇമ്പോർട്ടൻ്റ് ആണ്. ചക്ഷു പോർട്ടൽ എന്നത് ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ആണെന്ന് ഓർക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി. ഇളയരാജയുടെ ജീവിത കഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ആരാണ്? ധനുഷ് ആണ്. ധനുഷ്. അപ്പൊ ഇളയരാജയുടെ ജീവിത കഥ പറയുന്ന ചിത്രം ഏതാണ്? ദ കിങ് ഓഫ് മ്യൂസിക്. ഇതിൽ നായകനാകുന്ന നടൻ ആരാണ്? ധനുഷ് ആണ്. ധനുഷ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. 2023 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ? ഉറുദു കവിയായ ഗുൽസാറും സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യയും. ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആണ്. 2023 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ രണ്ടുപേരാണ്. ഉറുദു കവിയായ ഗുൽസാറും സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യയും. അടുത്ത ഫാക്ട് ഇമ്പോർട്ടന്റ്. ലോക്പാലിന്റെ നിലവിലെ അധ്യക്ഷൻ ആര്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. അജയ് മണിക്റാവു ഖാൻവിൽക്കർ ആണ് ലോക്പാലിന്റെ നിലവിലെ അധ്യക്ഷൻ. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി ആര്? ഇമ്പോർട്ടന്റ് ചോദ്യം. MM നരവനെ. MM നരവനെയുടെ പുസ്തകമാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തമിഴക വെട്രി കഴകം. തമിഴക വെട്രി കഴകം എന്ന പാർട്ടി രൂപീകരിച്ചത് ആരാണ്? വിജയ് ആണ്. വിജയ്. അടുത്ത ചോദ്യം, 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? പുള്ളിപ്പുലികളുള്ളത്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ഏത്? ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം അത് ഇന്ത്യയിലാണ്. ബീഹാറിലെ ബഗുസരായി. ബീഹാറിലെ ബഗുസരായി ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം. അപ്പൊ നമ്മുടെ ഹർഷദം എഡ്യൂടെക് ആപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന 10th മെയിൻസ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പ് വഴിയാണ് നൽകുന്നത്. ഈ വരുന്ന ഘട്ടങ്ങളുടെ എല്ലാ റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ 10th മെയിൻസിന്റെ ക്ലാസ് ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു ബാച്ച് പോകുന്നുണ്ട്, ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ കുറച്ച് പേരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർ കൂടെ വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹർഷദം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അതുപോലെ വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LD, കമ്പനി LGS, ഫയർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഫുൾ സിലബസ് കവറേജ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, SCRT NCRT ക്ലാസ്സുകൾ മുതലായവയെല്ലാം ആ ഒരൊറ്റ കോഴ്സിൽ ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് ആ കോഴ്സുകളിലെല്ലാം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ലഭ്യമായിരിക്കും. ഓക്കെ. കൂടാതെ ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാൻ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. സ്റ്റഡി പ്ലാൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ജനറൽ PSCക്ക് സ്റ്റഡി പ്ലാൻ ഇല്ല, ബാക്കി എല്ലാ കോഴ്സിനും സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷദം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിന്റ്. അപ്പൊ ശിവശക്തി പോയിന്റ് എന്നത് ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ
ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ നൽകിയ പേരാണ് ഏത്? ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹിയിലാണ്. അപ്പൊ ഈ നൗസേന ഭവൻ ഏത് സേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരമാണ്? ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് നൗസേന ഭവൻ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? സേല ടണലാണ്. അത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. സേല ടണൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാതയാണ്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്, 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 77ാമത്തെ ജില്ലയുടെ പേരെന്ത്? അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയാണ് ബിച്ചോം ജില്ല. ബിച്ചോം. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏതാ? ദ്വാരക എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ. ദ്വാരക എക്സ്പ്രസ് വേ ഏതിനെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ദ്വാരക എക്സ്പ്രസ് വേ ഏതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു? ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആര്? കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി NCSE നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, ഭാരത് ശക്തി എന്ന സൈനിക അഭ്യാസം ഇത് പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന 3 സേനകളുടെയും കൂടി സംയുക്തമായ സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഭാരത് ശക്തി. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് ഒഡീഷയിലെ സാമ്പൽപൂരിലാണ് രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്, 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം അമേരിക്കയ്ക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. അപ്പൊ അമേരിക്കയ്ക്കാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ഉള്ളത്. ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 4ാം സ്ഥാനമാണ്. അടുത്ത ചോദ്യവും ഇമ്പോർട്ടന്റ് ആണ്, ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനം നടക്കുന്ന എപ്പോഴെവിടെയാണ്? ദാവോസ്, സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. അടുത്ത ചോദ്യം കഴിഞ്ഞൊരു എക്സാമിന് PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പേരെന്താണ്? ന്യൂറാലിങ്ക് എന്നത് എലോൺ മസ്കിന്റെ കമ്പനിയാണ്. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച എലോൺ മസ്കിന്റെ കമ്പനിയാണ് ഏത്? ന്യൂറാലിങ്ക്. അടുത്ത ചോദ്യം ഓൾറെഡി ചോദിച്ചു, നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏത്? സ്വീഡനാണ് 32ാമത്തെ രാജ്യം. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. അടുത്ത ചോദ്യം, ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നി യാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലിന്റെ പേരെന്താ? ഐക്കൺ ഓഫ് ദ സീസ് എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ്. ഇതിന്റെ കന്നി യാത്ര ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്നും ആരംഭിച്ചു. അടുത്ത ചോദ്യം, ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാനത്തെ നോവൽ. പ്രധാനപ്പെട്ട ചോദ്യം, അൺടിൽ ഓഗസ്റ്റ് എന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാനത്തെ നോവലാണ്. 19ാമത് ചേരിചേര സമ്മേളനം നോൺ അലൈൻഡ് മൂവ്മെന്റിന് വേദിയാകുന്നത് ഉഗാണ്ടയിലെ കമ്പാലയാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. 19ാമത് ചേരിചേര സമ്മേളനത്തിന്റെ വേദി ഉഗാണ്ടയിലെ കമ്പാല. അടുത്ത ചോദ്യം ഓൾറെഡി ചോദിച്ചു. പ്രധാനപ്പെട്ട ചോദ്യം, 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം റഷ്യ. ബ്രിക്സ് ഉച്ചകോടി 2024 റഷ്യയിലെ കസാനിലാണ് നടന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നൊബേൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനസിന്
ബംഗ്ലാദേശ് കോടതി എന്തിന്റെ പേരിലാണ് തടവ് ശിക്ഷ വിധിച്ചത്? തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി. കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. അതിന്റെ പേരാണ് ഹിയർ WHO. ഹിയർ WHO എന്നത് കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി WHO ഡെവലപ്പ് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ WHO. ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള നഗരം ഏതാ? ലണ്ടൻ. ലണ്ടനാണ് ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള നഗരം. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ആര്? ലയണൽ മെസ്സി. കന്യായാത്ര ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്നും ആരംഭിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആ കപ്പലിന് ഐക്കൺ ഓഫ് ദ സീസ് എന്ന പേര് നൽകിയത് ലയണൽ മെസ്സിയാണ്. 2024 ലോക സുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയാണ്. അപ്പോൾ ക്രിസ്റ്റീന പിസ്കോവയുടെ സ്വദേശം ചെക്ക് റിപ്പബ്ലിക്. 2024 ലോക സുന്ദരി ക്രിസ്റ്റീന പിസ്കോവ. 2024 ലോക സുന്ദരി മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു? ഇന്ത്യയിലാണ് നടന്നത്, മുംബൈയിലാണ് നടന്നത്. മുംബൈ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തിയാണ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തി ബ്രിട്ടൻകാരനായ ക്രിസ് ബ്രൗൺ ആണ്. ക്രിസ് ബ്രൗൺ. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. അടുത്ത ചോദ്യവും പ്രധാനപ്പെട്ടത്. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലൻഡ് ആണ് 1-ാം സ്ഥാനം നേടിയ രാജ്യം. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 143. അവസാനത്തെ സ്ഥാനമാണ് അഫ്ഗാനിസ്ഥാന് 143. അപ്പൊ 143 രാജ്യങ്ങളാണ് ആ പട്ടികയിൽ ഉണ്ടായിരുന്നത്. 1-ാം സ്ഥാനം ഫിൻലാൻഡ്, 126-ാം സ്ഥാനം ഇന്ത്യ, 143-ാം സ്ഥാനം അഫ്ഗാനിസ്ഥാൻ. അടുത്ത ചോദ്യം. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്കയാണ്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. 2024 ബ്രസീൽ. 2024 G20 ബ്രസീൽ, 2025 ദക്ഷിണാഫ്രിക്ക. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4-ാം തവണ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന. ഇപ്പോ പ്രധാനമന്ത്രി പദത്തിന് തുല്യമായ ചീഫ് അഡ്വൈസർ പദവിയാണ് ആർക്കുള്ളത്? പ്രൊഫസർ മുഹമ്മദ് യൂനസിനുള്ളത്. പ്രൊഫസർ മുഹമ്മദ് യൂനസ്. ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നു. അടുത്ത ചോദ്യം. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെ? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. സൗദി അറേബ്യയുടേത് പക്ഷെ ഒഫീഷ്യൽ ആയിട്ടില്ല. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ ബ്രിക്സിലേക്ക് വന്നു. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ കറൻസി. UN എന്ത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം 2024 UN പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. അപ്പൊ യൂറോപ്പ ക്ലിപ്പർ പ്രധാനപ്പെട്ട ചോദ്യം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. അപ്പൊ ഈ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. ബ്ലൂംബെർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ആമസോണിന്റെ സ്ഥാപകനായ ജെഫ് ബെസോസ്. ബ്ലൂംബെർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാരാണ്? ജെഫ് ബെസോസ് ആണ്. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോവിനെ അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇദ്ദേഹം മുൻ ലോക ചെസ് ചാമ്പ്യൻ കൂടിയാണ്, ഗാരി കാസ്പറോവ്. ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനാണ് മിഷേൽ
ടെലഗ്രാൻഡ്. മിഷേൽ ടെലഗ്രാൻഡിന് അടുത്തിടെ ലഭിച്ച പുരസ്കാരം ഏതാ? ആബേൽ പുരസ്കാരം. ആബേൽ പുരസ്കാരം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. ചക്ഷു പോർട്ടൽ എന്നത് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി. ദി കിങ് ഓഫ് മ്യൂസിക് എന്നത് ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ചിത്രം. ഈ ചിത്രത്തിൽ നായകനാകുന്നത് ധനുഷ്. 2023 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ? ഉറുദു കവിയായ ഗുൽസാറും സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാരിയും. ലോക്പാലിന്റെ നിലവിലെ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. 4 Stars of Destiny എന്ന പുസ്തകം എഴുതിയത് MM നരവനെ. തമിഴക വെട്രി കഴകം എന്നത് തമിഴ്നാടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ബീഹാറിലെ ബെഗുസരായി. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ് എന്നതാണ്. നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത സേല ടണലാണ്. അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബിച്ചോം. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ഡൽഹിയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മക്വാന. ഭാരത് ശക്തി എന്നത് ഇന്ത്യയുടെ 3 സേനകൾ ഇന്ത്യൻ കര, വ്യോമ, നാവികസേന എന്നിവ പൊക്രാനിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് ഒഡീഷയിലെ സാമ്പൽപൂർ. അമേരിക്കയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം. ഇന്ത്യയുടെ സ്ഥാനം 4ാമത്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ന്യൂറാലിങ്ക് ഇലോൺ മസ്കിന്റെ കമ്പനിയാണ്. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. ഐക്കൺ ഓഫ് ദ സീസ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ. ഇതിന് പേര് നൽകിയത് ലയണൽ മെസ്സി. അണ്ടിൽ ഓഗസ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാനത്തെ നോവൽ. 19ാമത് ചേരിചേരാ സമ്മേളനത്തിന്റെ വേദി ഉഗാണ്ടയിലെ കമ്പാല. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് റഷ്യ. മുഹമ്മദ് യൂനസ് ഇദ്ദേഹം സമാധാന നൊബേൽ സമ്മാന ജേതാവാണ്. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ചു. ഹിയർ WHO എന്നത് കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള നഗരം ലണ്ടൻ. 2024 ലോകസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവ. 2024 ലോകസുന്ദരി മത്സരത്തിന്റെ വേദി മുംബൈ ആയിരുന്നു. ക്രിസ് ബ്രൗൺ ബ്രിട്ടൻകാരനായ ക്രിസ് ബ്രൗൺ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തിയാണ്. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന. ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയത് ഫിൻലൻഡ് ആണ്. ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126. ഒട്ടും സന്തോഷമില്ലാത്ത രാജ്യം അല്ലെങ്കിൽ സന്തോഷ സൂചികയിൽ ഏറ്റവും അവസാന സ്ഥാനം അഫ്ഗാനിസ്ഥാൻ 143. 2025 G20 ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക. 2024 ബ്രസീൽ. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചത്. യൂറോപ്പ ക്ലിപ്പർ എന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ് ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ്. ജെഫ് ബെസോസ് ആമസോണിന്റെ സ്ഥാപകൻ. ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. ഗ്യാരി കാസ്പറോവ് റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ. ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാണ് മിഷേൽ ടെലഗ്രാൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.